Hi dears. ഇപ്പോൾ വാട്ടർ പ്ലാന്റ്സ് ഒക്കെ ഹണ്ട് ചെയ്ത് ഒരു കുളമായ വീഡിയോ ആണ് ഫ്രണ്ട്സ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഈ പോർഷനിലാണ് നമ്മൾ ഇന്നൊരു കുളം പണിയാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടെ നിറയെ ഫ്ലവേഴ്സൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഇത് ഞാൻ വേറെ 2 സ്ഥലത്ത് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ചെടിയും കാടും പിന്നെ കുറേ പ്ലാസ്റ്റിക്കും എല്ലാം മാറ്റിയിട്ട് നമുക്ക് ഇതുപോലൊരു കുളം പണിയാം. അപ്പോൾ വിശദമായിട്ട് വീഡിയോയിൽ നോക്കിയാലോ. അപ്പോൾ നമ്മുടെ വാട്ടർ പ്ലാന്റ് ഹണ്ടിൽ നമ്മൾ ഹണ്ട് ചെയ്ത് കൊണ്ടുവന്ന പ്ലാന്റ്സിൽ ഇതിപ്പോൾ നമ്മൾ കിഴങ്ങ് നട്ടില്ലായിരുന്നു, ആ കിഴങ്ങിൽ ഇതുപോലെ നിറച്ചു ഇല വന്നു കേട്ടോ. അതുപോലെ നമ്മൾ വലിയ പ്ലാസ്റ്റിക് പാത്രത്തിലാക്കി വെച്ച ഇതിലൊക്കെ നിറച്ചു ഇല വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ കുറേ പായലുകളൊക്കെ നമ്മൾ ഹണ്ട് ചെയ്ത് കൊണ്ടുവരുന്നായിരുന്നു. അതിലെല്ലാം ലാവൻഡർ കളറിൽ നിറയെ ഫ്ലവേഴ്സൊക്കെ വന്നായിരുന്നു. പിന്നെ വേറൊരു നല്ല ഗ്രീൻ ഇലകളുള്ള വാട്ടർ പ്ലാന്റ് ഹണ്ട് ചെയ്തില്ലായിരുന്നു, അതിലൊരു മഞ്ഞ കളർ ഫ്ലവേഴ്സ് വന്നു. അതായത് വാട്ടർ പ്ലാന്റ്സ് എല്ലാം അതിന് കുളമില്ലാതെ കിടന്ന് നുലൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൂടാതെ നമുക്ക് വാട്ടർ പോപ്പിയൊക്കെ കിട്ടി. അങ്ങനെ കുറേ വാട്ടർ പ്ലാന്റ്സ് ആയിട്ടോ, കുറേ അല്ല കുറച്ച്. അപ്പോൾ ഒരു പോണ്ട് പണിയണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ അത് എൻ്റെ കസിൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ അവനും ഭയങ്കര ഇൻട്രസ്റ്റ്. അപ്പോൾ അവൻ്റെ സഹായത്തോടുകൂടി ഒരു കുളം പണിയാണെന്നാണ് വിചാരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ അവൻ്റെ സഹായമല്ല, ഞാൻ അവൻ്റെ സഹായിയാണ്. അപ്പോൾ അവൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്തു, അവനാണ് മെയിനായിട്ട് ചെയ്തത്. കുളത്തിനൊരു കൺവെൻഷനലായിട്ട് എൻ്റെ മനസ്സിൽ ഒരു റൗണ്ട് ഷേപ്പായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ റൗണ്ട് ഷേപ്പിൽ ഒന്ന് മാർക്ക് ചെയ്തിട്ട് അവിടെ നിന്നാണ് മണ്ണ് വെട്ടി മാറ്റിയത്. ഇപ്പോൾ കോൺക്രീറ്റിൻ്റെ ചെറിയ പോണ്ടിനേക്കായി എനിക്ക് കുറച്ചുകൂടി രസമായിരിക്കും ഇതെന്ന് തോന്നിയിട്ടാണ് കേട്ടോ ഞങ്ങൾ ഇങ്ങനെ ചെയ്തത്. അപ്പം മണ്ണ് ആ ഒരു കുഴിയുടെ ഉള്ളിൽ നിന്ന് വെട്ടി മാറ്റുക എന്നുള്ള പരിപാടിയാണ് ആദ്യമായിട്ട് ചെയ്തത്. ആദ്യമായിട്ട് കുറേ വെട്ടിയ മണ്ണ് മൊത്തം ഞങ്ങൾ ചുമന്നുകൊണ്ടെന്ന് വേറൊരു സ്ഥലത്ത് കൊണ്ടുവന്നിട്ടു. പിന്നെ കുറച്ച് താഴ്ചയിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോഴുള്ള മണ്ണ് ഞങ്ങളിതിന് ചുറ്റും ഇട്ടിട്ടുണ്ട്. നമുക്ക് ഒരു ബണ്ട് പോലെ വക്ക് പോലെ മണ്ണ് വെച്ച് കെട്ടണമെങ്കിൽ ആ മണ്ണ് അടുത്ത് തന്നെ കൂട്ടിയിടാം കേട്ടോ. കുളത്തിൻ്റെ വക്ക് ഫുള്ള് കല്ല് വെച്ച് കെട്ടാതെ കുറച്ച് മണ്ണ് വെച്ചും കുറച്ച് കല്ല് വെച്ചും ഒരു ഷേപ്പ് വ്യത്യാസപ്പെടുത്തി ബണ്ട് ഉണ്ടാക്കാനാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്. അപ്പോൾ ഏകദേശം ഒരു ഇത്രയും ആഴമൊക്കെയാണ് ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അതിനുശേഷമാണ് നമ്മൾ ജൂട്ടിൻ്റെ ചാക്ക് ഞങ്ങളിങ്ങനെ സൈഡൊന്ന് കട്ട് ചെയ്തെടുത്തു. രണ്ടാക്കി തുന്നിച്ചേർത്തിരിക്കുന്ന മുഴച്ചിരിക്കുന്ന ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞ് നന്നായിട്ട് രണ്ടാക്കി വിടർത്തിയെടുത്തു. അതിനുശേഷം ഇങ്ങനെ ഒന്ന് വച്ച് നോക്കിയിട്ടുണ്ട് കേട്ടോ, എത്ര എണ്ണം വേണം എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ചാക്ക് വിരിച്ചിട്ടിട്ട് ഒന്ന് നോക്കിയിട്ടുണ്ട്. ഒരു 8-9 ചാക്കിലൊക്കെ നിൽക്കും. ഇതുപോലെ വിരിച്ചിടാനാണ് കേട്ടോ ഉദ്ദേശിച്ചത്. അപ്പോൾ നമ്മൾ സിമെൻറ്റിൽ നല്ലോണം വെള്ളത്തിൽ കലക്കിയിട്ട് ചാക്ക് അതിൽ നല്ലോണം മുക്കി ഇങ്ങനെ വിരിച്ചിടാനാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ ഒരു 8-9 ചാക്കിലാണ് ഇത് ഏകദേശം നിൽക്കുന്നത്. ഈ കുളത്തിൻ്റെ വലിപ്പം ഏകദേശം അത്രയുണ്ട്. അപ്പം ഇങ്ങനെ വച്ചൊക്കെ നോക്കിയതിന് ശേഷമാണ് ഞങ്ങൾ സിമെൻറ്റൊക്കെ കലക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഇതിന് മുന്നേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു സജഷൻ എന്ന് പറഞ്ഞാൽ, വേണമെങ്കിൽ നമുക്കൊരു ടാർപ്പായ പോലത്തെ സാധനം അടിയിൽ വെച്ച് കവർ ചെയ്തിട്ട് വേണമെങ്കിൽ ചെയ്യാം. കാരണം എങ്ങാനും ലീക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ടാർപ്പായയിൽ തങ്ങി വെള്ളം നിന്നോളും. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. അതല്ലെങ്കിൽ നമ്മൾ ലീക്ക് വന്നാൽ പിന്നെയും ഒന്നുകൂടി ഒരു റൗണ്ടും കൂടി സിമെൻറ്റ് കലക്കി ചെയ്യേണ്ടി വരും. ഇത് സൈഡിലേക്കുള്ള വേരുകളെല്ലാം ക്ലീൻ ചെയ്തെടുക്കണതാണ് ഈ കാണുന്നത്. പിന്നെ വേരെല്ലാം ക്ലീൻ ചെയ്തതിന് ശേഷം ഇതുപോലെ എന്തെങ്കിലും ഒരു സാധനം വെച്ച് നല്ലോണം മണ്ണ് അടിച്ചുറപ്പിക്കണം. ഒരു നല്ല കട്ടിയുള്ള കമ്പോ പലകയോ അങ്ങനെ എന്തെങ്കിലും വെച്ച് നല്ലോണം മണ്ണ് അടിച്ചുറപ്പിക്കണം. അതിനുശേഷം ഞങ്ങൾ അടിയിൽ ഈ ചില കല്ലും കമ്പിയൊക്കെ വന്ന സ്ഥലങ്ങളിൽ ഹോള് പോലെ തോന്നിയ സ്ഥലത്ത് മണ്ണൊക്കെ ഇട്ട് നല്ലോണം അടിച്ചുറപ്പിച്ചിട്ടുണ്ട്. മണ്ണ് കലക്കിയും ഒക്കെ അടിച്ചുറപ്പിച്ചിട്ടുണ്ട് സംഭവം. ഇത് അടി ഒന്ന് ലെവലാക്കാൻ വേണ്ടി കുറച്ച് മണ്ണിട്ട് ജസ്റ്റ് ഒന്ന് ലെവലാക്കണയാണ്. അതിനുശേഷം ചാക്ക് വിരിക്കാം എന്നാണ് കരുതിയത്, അല്ലെങ്കിൽ ഇങ്ങനെ കയറി ഇറങ്ങിയൊന്നും ഇരിക്കണ്ടല്ലോ എന്ന് കരുതി.
പിന്നെ ഞങ്ങൾ കുറച്ച് കല്ലും പിന്നെ അതുപോലത്തെ കട്ടകളൊക്കെ ഇതുപോലെ ചുറ്റും വെച്ച് റൗണ്ട് ഷേപ്പിലൊന്ന് വച്ചിട്ടുണ്ട്. അപ്പോൾ ചാക്ക് വിരിക്കുമ്പോൾ ചില സ്ഥലങ്ങളിൽ ഒരു മുഴ പോലെ ഇങ്ങനെ ഒരു ശരിക്കും പണ്ടിൻ്റെ ആകൃതി കിട്ടാതെ ചെറുതായിട്ടൊരു നാച്ചുറൽ ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത്. അപ്പോൾ കുളത്തിനെ ഏകദേശം ഈ ഒരു രീതിയിലേക്ക് എത്തിച്ചിട്ടാണ് ഞങ്ങൾ ഗ്രൗട്ട് കലക്കാൻ വേണ്ടി നോക്കിയത്. അപ്പോൾ സിമെൻറ്റിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് കലക്കുക. ഒരുപാട് വെള്ളമായി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാക്കിൻ്റെ ഓട്ടകളൊന്നും അടയില്ല. അപ്പോൾ ചാക്കിൽ നല്ലോണം സിമെൻറ്റ് പിടിക്കാൻ പാകത്തിന് വെള്ളമൊഴിച്ച് കലക്കാം. ഒരു ദോശമാവിൻ്റെ പരുവത്തിലൊക്കെ കലക്കിയാൽ മതിയാവും. അപ്പോൾ അങ്ങനെ കലക്കിയിട്ട് ചാക്ക് ഇതിൽ മുക്കുക. അപ്പോൾ സിമെൻറ്റാണ് കലക്കണേ. അപ്പോൾ നമ്മൾ ഗ്ലൗസൊക്കെ യൂസ് ചെയ്തിട്ട് ചെയ്യണമായിരിക്കും നല്ലത്. കുറച്ച് കൈ പൊള്ളണ ഇതൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാം. ഇനി നമുക്ക് ചാക്ക് മുക്കിയെടുക്കുക. അതിൽ ചാക്ക് മുക്കിയെടുത്തിട്ട് നല്ലോണം സിമെൻറ്റായി എന്ന് ഉറപ്പ് വരുത്തണം. അതിന് ശേഷമാണ് വിരിക്കേണ്ടത്. ഇത് ഇങ്ങനെ ചാക്കൊന്ന് വെള്ളത്തിൽ ആദ്യം നനച്ചിട്ട് മുക്കിയെടുക്കുകയാണെങ്കിൽ അതായിരിക്കും എളുപ്പം. അപ്പം ഞങ്ങൾ ഇങ്ങനെ മുക്കിയെടുത്തിട്ട് വിരിച്ചു കൊടുക്കണതാണ്. ഒരു 2 ലെയറിൻ്റെ കട്ടിക്ക് വിരിക്കാമെന്നാണ് കേട്ടോ വിചാരിക്കണേ. അപ്പോൾ ഇടയിൽ ഗ്യാപ്പൊന്നും ഇല്ലാത്ത രീതിയിൽ നല്ലോണം നിവർത്തി വിരിച്ചു കൊടുക്കണം. അതുപോലെ തന്നെ തറയിലേക്ക് നല്ലോണം കൈ വച്ച് അടിച്ച് ഒതുക്കി കൊടുക്കുക, ഗ്യാപ്പൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെ ചാക്കൊക്കെ വിരിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് ഇടയിൽ ഗ്യാപ്പൊന്നും വരാത്ത രീതിയിൽ അടുത്ത ചാക്കും ഇങ്ങനെ നമ്മൾ ഓരോന്നിന് മുകളിൽ ഓരോന്നായിട്ട് വിരിച്ച് നമ്മുടെ കുളം ഫില്ല് ചെയ്യും. അപ്പോൾ ഇതുപോലെ അങ്ങനെ ഒന്നിന് മുകളിൽ ഒന്നായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വിരിച്ച് കുളം കംപ്ലീറ്റ് ചാക്ക് വെച്ച് കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ പുറം ഭാഗം ഞങ്ങൾ മണലും കൂടി കുറച്ച് മണലോ പാറപ്പൊടിയോ മിക്സ് ചെയ്തിട്ട് സിമെൻറ്റിലേക്ക് മിക്സ് ചെയ്ത് തേച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെയ്തത്. അപ്പോഴാണ് അതിൻ്റെ ഒരു ഫിനിഷിങ് കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഇങ്ങനെ വെറുതെ കല്ലുകൾ ഇങ്ങനെ അവിടെ ഇവിടെ ഇരിക്കും പോലെയൊക്കെ തോന്നും. കണ്ടോ, തേച്ച് കൊടുക്കണതാണ് ഇത് കേട്ടോ. അപ്പോൾ കംപ്ലീറ്റ് തേച്ച് കൊടുത്ത് ഞങ്ങൾ കുളം ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഇൻ്റർലോക്കിൻ്റെ ആ ഭാഗം വന്ന സ്ഥലത്ത് ഞങ്ങൾ കോൺക്രീറ്റ് ഇടുകയാണ് കേട്ടോ ചെയ്തത്. ഫസ്റ്റ് ഡേ ഞങ്ങളിങ്ങനെ ചാക്ക് വിരിക്കണ പണി കംപ്ലീറ്റ് ആക്കി. സെക്കൻഡ് ഡേയിലാണ് കേട്ടോ പുറത്ത് ഞങ്ങൾ പരിക്കനിട്ട് കോൺക്രീറ്റ് ഒക്കെ ചെയ്തത്. പിന്നെ 2 ദിവസം നനച്ചിട്ടിട്ടുണ്ട് കേട്ടോ. 3-ാമത്തെ ദിവസമാണ് ഞങ്ങൾ വെള്ളം നിറച്ചത്. അപ്പോൾ വെള്ളം നിറച്ചും കൂടി കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. ഇപ്പോൾ വെള്ളം നിറച്ച് തുടങ്ങുകയാണ്. ഇപ്പോൾ വെള്ളം നിറയ്ക്കുന്നത് വരെ നമുക്ക് ഈ വീഡിയോയിൽ കാണാം. അപ്പോൾ അതിന് ശേഷം ഒരു സെക്കൻഡ് പാർട്ടിൽ ഇതിൻ്റെ മോഡിഫിക്കേഷനും പ്ലാന്റ്സ് ഇടുന്നതും ചുറ്റും ഞങ്ങൾ അരേലിയ പ്ലാന്റ്സും ഒക്കെ വയ്ക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് പ്രൊപ്പഗേറ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ചെയ്യുന്ന അടുത്ത മെനവളികളൊക്കെ നെക്സ്റ്റ് പാർട്ടിൽ കാണാം, അല്ലെങ്കിൽ വീഡിയോ ഭയങ്കര ലെങ്തി ആവും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.